അപ്പൊ ഇനി ഒരു വെറൈറ്റിക്ക് റെയിൽവേ പാളത്തിനടുത്ത് ഒരു ആട്ടുകല്ല് കൊണ്ടിട്ട് ആട്ടുകല്ലിൽ അരച്ച് ദോശ ചൂടാവുന്ന ആരെങ്കിലും തീരുമാനിച്ചോന്ന് അറിയില്ല. പച്ചാളം റെയിൽവേ പാളത്തിനടുത്ത് ഒരു ആട്ടുകല്ല് കണ്ടെത്തിയിട്ടുണ്ട്. നിതിനുണ്ട് വിവരങ്ങളുമായിട്ട്, ചോദിച്ചു നോക്ക്. പച്ചാളം പാലത്തിനടുത്താണ് ഈ ആട്ടുകല്ല്. ഡോഗ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, എന്താ ഗുഡ് മോർണിംഗ്, ആട്ടുകല്ലിന്റെ കഥ എന്താ? അഷ്മി, ഗുഡ് മോർണിംഗ്. രാവിലെ ഏതാണ്ട് പുലർച്ചെ തന്നെ ഇവിടെ ഈ പ്രദേശവാസികളാണ് ഇവിടെ ഒരു ആട്ടുകല്ല് ഇത്തരത്തിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന പോലെ ഈ ഒരു ട്രാക്കിന്റെ നടുക്ക് ആട്ടുകല്ല് കണ്ടെത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിന് നടുവിലായിരുന്നു ഇത്തരത്തിലൊരു ആട്ടുകല്ല് കണ്ടെത്തിയത്. ഒരു ട്രെയിൻ അട്ടിമറി ആണോ എന്നൊരു സംശയം തന്നെയാണ് ഇപ്പോൾ പോലീസും എല്ലാം തന്നെ ഉള്ളത്. അത്തരം ഒരു അന്വേഷണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ ഒരു റെയിൽവേ ട്രാക്കിന് സമീപത്ത് തന്നെ ഒരു ആട്ടുകല്ലാണ്. പക്ഷേ ഇത് ഇത്തരം ഒരു ആട്ടുകല്ല് ഇവിടെ ഉണ്ട് എന്നറിയുന്ന ഒരാൾ റെയിൽവേ ട്രാക്കിൽ സമീപത്തിൽ റെയിൽവേ ട്രാക്കിന്റെ നടുക്ക് കൊണ്ടിട്ടു എന്നുള്ള ഒരു സംശയത്തിൽ പോലീസ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇതിപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രാക്കാണ്. ഈ ട്രാക്കിന്റെ നടുവിലാണ് ഇത്തരത്തിൽ ആട്ടുകല്ല് രാവിലെ കണ്ടെത്തിയത്. ഇതുവഴി കടന്നുപോയ ഒരു ട്രെയിൻ, ആട്ടുകല്ല് അതിനെ ബാധിക്കാത്തതുകൊണ്ടെങ്കിൽ ട്രെയിൻ ഇതുവഴി കടന്നുപോയി. അതിനുശേഷം ഈ കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഈ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് ആദ്യം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും പിന്നീട് ഇവിടെ പോലീസ് എത്തി ഇവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു. എന്തായാലും പ്രദേശവാസികളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. കാരണം പ്രദേശവാസികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. സർ, ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം എങ്ങനെ മുന്നോട്ട് വന്നു? പരിശോധിച്ച വിവരങ്ങൾ കാര്യങ്ങൾ ഒന്നും പറയാറായിട്ടില്ല. നോക്കട്ടെ, അട്ടിമറി ശ്രമമാണോ എന്നുള്ള സംശയത്തിലാണോ നിൽക്കുന്നത്? ഡോഗിനെ അറിയില്ല, ഒന്നും പറയാറായിട്ടില്ല, ഒന്നും പരിശോധിച്ചിട്ടില്ല. എന്തായാലും ആ നിലയിലൊരു അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും റെയിൽവേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇവിടെ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തിൽ തന്നെ അന്വേഷണം വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ചോദിച്ചറിയുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ പ്രദേശവാസികളെല്ലാം തന്നെ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം രാവിലെ ഏതാണ്ട് 2 മണിയോട് തന്നെ ഈ പ്രദേശത്തെ ഒരു ജീപ്പ് വരികയും അതിനുശേഷം ഇവിടുന്ന് ഒരാൾ പുറത്തിറങ്ങി ഇവിടെ വരികയും ചെയ്തു എന്നാണ് ഒരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് തന്നെയായിരുന്നു ഈ ആട്ടുകല്ല് ഉണ്ടായിരുന്നത് നേരത്തെ. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെയോട് തന്നെ ഈ റെയിൽവേ ട്രാക്കിന് നടുക്ക് ആരോ കൊണ്ടിട്ടു എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉള്ളത്. എന്തായാലും അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശത്തെ ഓരോ വിവരങ്ങൾ അത്യാവശ്യം വലിയൊരു ആട്ടുകല്ലാണല്ലോ എന്ന് പറഞ്ഞാൽ, നല്ല വെയിറ്റ് ഉള്ള ആട്ടുകല്ല. അത് ഒരാൾക്കൊന്നും കൊണ്ടുവിടാൻ പറ്റിയ സാധനം അല്ലത് അല്ലേ? ചേച്ചി ഈ സ്ഥലത്ത് തന്നെയാണോ? ചേച്ചിയുടെ ഈ പ്രദേശം തന്നെയാണോ? 24 ഇത് തന്നെ വിവരങ്ങൾ അറിയോ ചേച്ചിക്ക്? എനിക്കൊരു അറിയത്തില്ല. വണ്ടി വന്നിട്ടുണ്ട്, വണ്ടി വന്നിട്ടുണ്ട്. എപ്പുറത്ത് വരും, വിട്ടോ, കുഴപ്പമില്ല. വിവരങ്ങളൊക്കെ ചോദിച്ചായിരുന്നു പോലീസ്. കല്ലൊക്കെ ഇവിടെ കിടന്ന കല്ലവിടെ കിടന്ന കല്ല് തന്നെയാ. ആട്ടുകല്ല് അവിടെ ഉണ്ടായിരുന്നു. അവര് ഇവിടെ ഇതിലേ വന്നിരിക്കണം. ഇല്ല, രാവിലെ ആരും കണ്ടില്ല. ഞങ്ങളുടെ സ്റ്റേഷനിൽ സാറിനെ വന്നപ്പോഴാണ് ഞാൻ, അവർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. സമീപവാസികളുള്ളൊരു എന്തായാലും ഈ സമീപവാസികളൊക്കെ തന്നെ ഈ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കാരണം ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശമൊന്നുമല്ല, ജനവാസ മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുമോ എന്നൊരു കാര്യമാണ് പോലീസ് ചോദിച്ചറിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് പുലർച്ചയോടുകൂടി തന്നെ ഒരു വാഹനം ഇവിടെ ഇതുവഴി വരികയും ആളുകൾ ഇതുവഴി 1-2 പേർ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇനി അവരാണോ ഈ ഒരു കല്ല് ഇവിടെ ഇട്ടതെന്ന് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല. പക്ഷേ ആ നിലയിലൊരു അന്വേഷണം തുടരുകയാണ്. കാരണം ഇതൊരു ട്രെയിൻ അട്ടിമറി ശ്രമമാണോ എന്ന ഒരു നിലയിൽ തന്നെ ഒരു അന്വേഷണമാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ നടക്കുന്നത്. നേരത്തെ അവിടെ പോലീസിന്റെ നേതൃത്വത്തിലും ഡോഗ്സ്ക്വാഡിന്റെ നേതൃത്വത്തിലും പരിശോധന നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്ന നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ ഒരു ട്രാക്കിൽ തന്നെയായിരുന്നു കല്ലുണ്ടായിരുന്നത്. ട്രെയിനത് ബാധിക്കാത്തതിനെ തുടർന്ന് ട്രെയിൻ അതുവഴി കടന്നുപോയി. പക്ഷേ അതിനുശേഷം ആ ട്രെയിനുള്ള ലോക്കോ പൈലറ്റ്, അതായത് കൊച്ചുവേളി ട്രെയിനിലേക്കുള്ള ലോക്കോ പൈലറ്റാണ് ഈ വിവരം റെയിൽവേ പോലീസിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും അറിയിക്കുകയും അതിനുശേഷം ഇവിടെ നടത്തിയ ഒരു അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഒരു വിശദമായ ഒരു അന്വേഷണം ഈ പ്രദേശത്ത് നടക്കുകയാണ്. അതെന്താണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, നല്ല വെയിറ്റ് ഉള്ള ആട്ടുകല്ല, ഒരാൾക്ക് എടുത്തുകൊണ്ടാൻ പറ്റുന്ന സാധനമൊന്നുമില്ല. കുറഞ്ഞൊരു 3-4 പേരില്ലാതെ പറ്റുമോ? ഇല്ല, അത് ആട്ടുകല്ല് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴവിയില്ല, ആട്ടുകല്ല് മാത്രമാണ്. അപ്പൊ എന്താണ് ഉദ്ദേശം? സന്തോഷം പറഞ്ഞു ട്രെയിനെ ഒന്ന് ആട്ടി വിട്ട് കളയാമെന്ന് ആരും കരുതിയാകാം. ഇവിടെ അട്ടി പറയാൻ സംശയിക്കാം. അതിന്റെ തമാശ പറയും പ്ലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.